കനകോലുവിനെ കാത്തുകൊണ്ടും കേട്ടുകൊണ്ടും ഇതുപോലെ അബദ്ധം പറയുന്ന ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടി താഴ്ന്നു പോകാൻ പാടില്ലായിരുന്നു. പക്ഷെ താഴ്ന്നു പോയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്നേഹപൂർവ്വം പറയുകയാണ്, പ്രതിപക്ഷ നേതാവ് അടിയന്തരമായും കൂടും കുടുക്കയും തയ്യാറാക്കി വെക്കണം, ഭാണ്ഡം കെട്ടിവെക്കണം. ഫലം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞ വാക്ക് പാലിക്കുമെങ്കിൽ പോകേണ്ടി വരും വനവാസത്തിന്. കേരളത്തിൽ ഇപ്പോൾ വീശുന്ന കാറ്റ് പ്രകാരമാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ആ പറഞ്ഞ സീറ്റിന്റെ അടുത്തുപോലും എത്താൻ പറ്റില്ല. ഇപ്പോൾ വീശുന്ന കാറ്റ് LDF അനുകൂലമായ കാറ്റാണ്. ഈ കാറ്റ് നാൾക്കുനാൾ ശക്തിപ്പെടുന്നുണ്ട്. ഈ കാറ്റ് ഉറപ്പായും LDFന്റെ മൂന്നാം ഊഴം ഉറപ്പാക്കും. അതാണ് കേരളത്തിലെ എല്ലാ ഭാഗത്തും ഒരു വട്ടം പോയിട്ട് മടങ്ങി വന്ന ആൾ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള റിയൽ കേരള സ്റ്റോറി. ഈ സ്റ്റോറിയെ മാറ്റി എഴുതാൻ വേണ്ടിയാണ് പണ്ടുകാലം മുതലേ ബന്ധുക്കളായിട്ടുള്ള BJPയും കോൺഗ്രസും കൂടെ ചേർന്നുകൊണ്ട് ഈ പറയുന്ന LDF വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ അംഗങ്ങളും പയറ്റാൻ ശ്രമിക്കുന്നത്. ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു, ആ തീരുമാനം പൂർണ്ണമായിട്ടും പാലിക്കപ്പെടും. അതിനർത്ഥം LDFന്റെ മൂന്നാം ഊഴം വരുമെന്നാണ്.